ബിജെപിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ വി മുരളീധരൻ ഇതൊരു രാഷ്ട്രീയ പ്രശ്നത്തിൽ നിന്ന് മാറ്റി ഒരു മതവർഗീയ പ്രശ്നമാക്കി മാറ്റാൻ ശ്രമിക്കുന്നത് ലജ്ജാകരമാണ്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേ മാതരം മുഴുവൻ ആരംഭിച്ചത് വലിയ വിവാദമായി മാറിയിട്ടുണ്ട്. ഇതിനെതിരെ ആദ്യം പ്രതികരണവുമായി രംഗത്ത് വന്ന PA മുഹമ്മദ് റിയാസ്, CPIM നേതാവ്. അദ്ദേഹത്തിനെതിരെ ഇപ്പോഴിതാ BJPയും സംഘപരിവാറും ഒന്നിച്ച് രംഗത്തെത്തിയിരിക്കുന്നു. വി മുരളീധരൻ, RV ബാബു, ശശികല എന്നിവരാണ് രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നത്. എന്നാൽ ഒരക്ഷരം ഇതുവരെ UDF നേതാക്കൾ മിണ്ടുന്നില്ല. എന്താണ് ഇതിൽ UDFന്റെ നിലപാട് എന്ന് ചോദിക്കുന്നു PA മുഹമ്മദ് റിയാസ്. അതോടൊപ്പം തന്നെ ഇതൊരു മതപ്രശ്നമല്ല, ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാണ് എന്ന് ആവർത്തിച്ച് ഉറപ്പിക്കുകയും ചെയ്യുന്നു മുഹമ്മദ് റിയാസ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. ഇന്നലെ കേരളത്തിൽ ശ്രീ VD സതീശന്റെ നേതൃത്വത്തിൽ UDF നയിക്കുന്ന പുതിയ ഗവൺമെന്റ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ VD സതീശനും അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ എല്ലാ അംഗങ്ങൾക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിച്ച് ഒരു ഗവൺമെന്റിന്റെ തുടക്കം ഉള്ള നിലയിൽ ജനോപകാരപ്രദമായ ഏത് നിലപാട് ചെയ്യും. അല്ല, സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മുഖ്യമന്ത്രി നേതാക്കൾ പങ്കെടുത്തു. ഇന്നത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട് പൊതുവെ ഉയർന്നു വന്ന ഒരു വിവാദം ഉണ്ടായി. അത് മതനിരപേക്ഷ മനസ്സുകളിൽ ഉണ്ടായ ഒരു ആശങ്കയാണ്. ദേശീയ ഗീതം വന്ദേ മാതരം പൂർണ്ണമായും സത്യപ്രതിജ്ഞ ചടങ്ങിൽ പാടിയതുമായി ബന്ധപ്പെട്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെ അഭിനന്ദിക്കുകയും സർക്കാരിന് ഇതുപോലെ പിന്തുണ, ആശംസ എന്നിവ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. തന്നെ ഒരു പുതിയ സർക്കാർ വന്ന ഉടനെ ചാടി വീണ് വ്യക്തിയല്ല, അങ്ങനെ വിഷയത്തെ കാണാതെ ഈ വിഷയത്തിൽ മതനിരപേക്ഷ മനസ്സുകളിൽ ഉണ്ടായിട്ടുള്ള ആശങ്ക ശ്രദ്ധയിൽപ്പെടുത്തുന്ന നിലയിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പൊതുവെ ചെയ്യുന്നതിന്റെ ഭാഗമായി അത് പിന്നീട് ചർച്ച ചെയ്യപ്പെടുകയും BJPയുടെ നേതാവ് ശ്രീ V മുരളീധരൻ ഉൾപ്പെടെ വളരെ മോശമായി ആ ഫേസ്ബുക്ക് പോസ്റ്റിനെ ചിത്രീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു മതപ്രശ്നമായിട്ടല്ല കാണേണ്ടത്, ഒരു രാഷ്ട്രീയ പ്രശ്നം. വന്ദേ മാതരത്തിന്റെ എല്ലാ ഈരടികളും പാടിയത് ഒരു രാഷ്ട്രീയ പ്രശ്നമായിട്ടാണ് കാണേണ്ടത്, ഒരു മതപ്രശ്നമല്ല. നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന സെക്യുലറിസത്തിന്റെ ആശയത്തിന് വെല്ലുവിളിയേകുന്ന നിലയാണ് ഇത് എന്നുള്ളത് പൊതുവെ ചർച്ച ചെയ്യപ്പെടും. വന്ദേ മാതരത്തിന്റെ ആദ്യ 2 ഈരടികൾ അത് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാൽ പിന്നീടുള്ള 4 ഈരടികളിൽ തീർച്ചയായും ഒരു ബഹുസ്വര സമൂഹത്തിനാകെ അംഗീകരിക്കാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങളല്ല എന്നുള്ളത് ഇപ്പോൾ ആദ്യമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നില്ല. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയും സ്വാതന്ത്ര്യത്തിന് മുൻപും ചർച്ച ചെയ്യപ്പെട്ട വിഷയം. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ശ്രീ ജവഹർലാൽ നെഹ്റു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇതിലെടുത്തിട്ടുള്ള നിലപാട് ദീർഘകാലത്തെ ചർച്ചകളുടെ ഭാഗമായിട്ടാണ്. ആ നിലപാട് ബഹുസ്വര സമൂഹത്തിന് ഇതിന്റെ എല്ലാ ഈരടികളും കേട്ട് അംഗീകരിച്ചു പോകാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് ആദ്യ 2 സ്റ്റാൻസകൾ, ഈരടികൾ അത് മാത്രമാണ് ഉചിതം എന്നുള്ളതാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ നിലപാടാണ് എടുത്തത്. പശ്ചിമ ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുമ്പ് കേന്ദ്ര BJP ഗവൺമെന്റ് ഇത് ഒരു പ്രത്യേക നിലയിൽ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം നടത്തി. അന്ന് CPIM
എന്റെ പ്രസ്ഥാനം, അതിന്റെ പോളിറ്റ് ബ്യൂറോ ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നു. ആ പ്രസ്താവന എന്റെ കയ്യിലുണ്ട്. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി തന്നെ മാർച്ച് മാസമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്, ഇതൊരു അഡ്വൈസറി മാത്രമാണ്, ഇത് മാൻഡേറ്ററി അല്ല, ഇത് നിർബന്ധിതമല്ല. കേന്ദ്ര ഗവൺമെന്റിന് ഇത് അഡ്വൈസ് ചെയ്യാം അല്ലെങ്കിൽ ആവശ്യപ്പെടാം, എന്നാൽ ഇത് നിർബന്ധമായി നടപ്പിലാക്കണമെന്ന് പറയാൻ പറ്റില്ല. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ ചൂണ്ടിക്കാട്ടി. തമിഴ്നാട്ടിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വിജയയുടെ നേതൃത്വത്തിൽ ഗവൺമെന്റ് അധികാരമേൽക്കുമ്പോഴും ഈ വിഷയമുണ്ടായിരുന്നു, വിവാദമുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ കേരളത്തിലെ UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പൊതുവെ ഇതിൽ ശ്രദ്ധ ചെലുത്തേണ്ടതായിരുന്നു എന്നൊരു അഭിപ്രായമാണ് പറയാനുള്ളത്. മറ്റു ചില കാര്യങ്ങളിൽ സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട് രാജ്ഭവനിൽ നിന്ന് വന്ന നിർദ്ദേശങ്ങൾ തിരുത്തപ്പെട്ടിട്ടുണ്ട് എന്ന് മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെയുള്ള ഘട്ടത്തിൽ ഇതിലും ഒരു നിലപാട് സ്വീകരിക്കേണ്ടതായിരുന്നു. ഇത് ഏതെങ്കിലും ഒരു മതവുമായി ബന്ധപ്പെട്ട പ്രശ്നമല്ല. ഇന്ത്യ ഒരു സെക്യുലർ സ്റ്റേറ്റ് ആണ്, ഒരു സെക്യുലർ രാജ്യം എന്നുള്ള നിലയിൽ ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരും മതരഹിതരായി നിലകൊള്ളുന്നവർക്കും അവരുടെ വിശ്വാസങ്ങളെ പിൻപറ്റി മുന്നോട്ട് പോകാനുള്ള അവകാശമുണ്ട്. എല്ലാ മതവിശ്വാസികളെയും ബഹുമാനിക്കുന്ന പ്രസ്ഥാനമാണ് CPI. ഇവിടെ ഈ നിലയിൽ എല്ലാവർക്കും അംഗീകരിക്കാൻ വേണ്ടി പറ്റാത്ത, നേരത്തെ ഒരുപാട് തവണ ചർച്ച ചെയ്യപ്പെട്ട് അതിൽ നിലപാട് സ്വീകരിക്കപ്പെട്ട ഒരു വിഷയത്തിൽ വന്ദേ മാതരം എല്ലാ ഈരടികളും അവിടെ പാടിയത് ഒരു രാഷ്ട്രീയ പ്രശ്നമാണ്. അത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനാ സെക്യുലറിസത്തെ ചോദ്യം ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. ഇതിൽ നേരത്തെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. എന്താണ് ഇതിൽ KPCCയുടെ നിലപാട്? എന്താണ് ഇതിൽ UDFിലെ മറ്റു കക്ഷികൾ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിലപാട്? എന്താണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ വിഷയത്തിലെ നിലപാട്? എന്താണ് CMP ശ്രീ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ CP ജോൺ ഇതുമായി ബന്ധപ്പെട്ട നിലപാട്? എന്താണ് RSP ഇതുമായി ബന്ധപ്പെട്ട നിലപാട്? ഇതൊക്കെ സ്വാഭാവികമായും മതനിരപേക്ഷ കേരളത്തിന് അറിയാൻ താല്പര്യമുള്ള വിഷയമാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, എല്ലാവരും അംഗീകരിക്കുന്ന, എല്ലാവരും ഉൾക്കൊള്ളുന്ന നിലപാടാണ് നമ്മൾ പൊതുവെ സ്വീകരിക്കേണ്ടത്. രാജ്യം സ്വീകരിച്ച അതാണ്. എല്ലാ മതങ്ങളും മതവിശ്വാസികളും ആഗ്രഹിക്കുന്നതും മറ്റ് മതവിഭാഗങ്ങളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്ത് മുന്നോട്ട് പോകണമെന്നാണ്. യഥാർത്ഥ മതവിശ്വാസികൾ എല്ലാവരും അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. ഇത് ഈ നിലയിൽ പൊതുവെ അംഗീകരിക്കാൻ പറ്റാത്തതാണ്. അതുകൊണ്ടാണ് ഒരു പുതിയ സർക്കാർ വന്ന ഉടനെ ഇങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ ഈ വിഷയത്തെ നമ്മൾ അഡ്രസ് ചെയ്യാതെ പോകാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതുകൊണ്ട് അവിടെ ചൂണ്ടിക്കാട്ടിയത്. ഒരു പുതിയ സർക്കാർ വന്ന ഉടനെ ചാടി എഴുന്നേറ്റ് അതിനെതിരെ പറയുകയില്ല. സർക്കാരിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഫേസ്ബുക്കിൽ നേർന്നിട്ടുണ്ട്, ഈ നേരുകയാണ്. ഈ വിഷയത്തിൽ നമ്മൾ ഒരു ചർച്ച ചെയ്ത് ഗൗരവത്തിൽ മുന്നോട്ട് പോകേണ്ട പ്രശ്നമാണ്. BJPയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ D. മുരളീധരൻ ഇതൊരു രാഷ്ട്രീയ പ്രശ്നത്തിൽ നിന്ന് മാറ്റി ഒരു മതവർഗീയ പ്രശ്നമാക്കി മാറ്റാൻ ശ്രമിക്കുന്നത് ലജ്ജാകരമാണ്. അത്ര എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളൂ. ഇത് ഞങ്ങൾ ഏത് മതവർഗീയ നിലപാടുകളെ ഇതുപോലെ ശക്തമായി എതിർക്കുന്ന സമീപനമാണ്. ആർ ബാബു മുതൽ ശശികല ടീച്ചർ വരെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോസ്റ്റ് അപ്പൊ അതിനകത്തൊരു സംഘപരിവാർ വിധേയത്വം ആണ് എന്നുള്ള തരത്തിലാണ് പറയുന്നത്. അങ്ങനെ എന്താണ് നിങ്ങൾക്ക് പ്രോപ്പർ മറുപടി പറയാത്തത്? അങ്ങനെ തന്നെയാണോ? അല്ല, തീർച്ചയായിട്ടും സംഘപരിവാറിന്റെ അജണ്ടയിട്ടുണ്ട്. നമുക്ക് പറയാം പശ്ചിമബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് നിൽക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പ് കേന്ദ്ര BJP ഗവൺമെന്റ് ഇത്തരത്തിലൊരു നീക്കം നടത്തിയതിന്റെ പിന്നിൽ രാഷ്ട്രീയ അജണ്ടയുണ്ട്, മതവർഗീയത കൊണ്ടുവരാനുള്ള അജണ്ടയുണ്ട്, സംഘപരിവാർ അജണ്ടയുണ്ട്. സംഘപരിവാറിന്റെ അജണ്ടയാണ് വന്ദേ മാതരം പൂർണ്ണമായും
അത് പാടിപ്പോകണമെന്നുള്ളത് സംഘപരിവാറിന്റെ അജണ്ടയാണ്. ആദ്യത്തെ 2 ഈരടികൾ ഇവിടെ ആർക്കും എതിർപ്പില്ല. ദേശീയ ഗാനത്തെയോ ദേശീയ ഗീതത്തെയോ ബഹുമാനിക്കാത്ത പ്രശ്നമില്ല. നമ്മളെല്ലാവരും ബഹുമാനിക്കുന്നതാണ്. ദേശീയ പതാകയെ ബഹുമാനിക്കുന്നത്. എന്നാൽ ഇവിടെ പ്രശ്നം ഇതൊരു മതവുമായി ബന്ധപ്പെട്ട പ്രശ്നമല്ല, ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാണ്, ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്. രാജ്യത്തിന്റെ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന സെക്യുലറിസമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ഇതിലെല്ലാവരും ഒരു നിലപാട് സ്വീകരിച്ചു പോകേണ്ട വിഷയമാണ്. പ്രതിജ്ഞ ചടങ്ങെന്ന് പറയുന്നത് ഗവർണറാണല്ലോ അതിന്റെ നിയന്ത്രണം നടത്തുന്നത്. അപ്പോൾ ആ രീതിയിൽ ഗവർണറുടെ പ്രൊറഗേറ്റീവ് ആണല്ലോ എന്താണ് ചെയ്യേണ്ടതും കാര്യങ്ങളും എല്ലാം പോകുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും സർക്കാർ അതിനകത്ത് എന്ത് ചെയ്യാൻ കഴിയുന്നതാണ്. അല്ല, ഇവിടെ ഗവർണറുടെ സത്യപ്രതിജ്ഞ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഗവർണറുടെയും രാജ്ഭവന്റെയും മറ്റു ചില നീക്കങ്ങൾ തടഞ്ഞിരുന്നു എന്ന് നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. മാധ്യമങ്ങളിൽ തന്നെ റിപ്പോർട്ട് വന്ന അറിവ് എന്റെ കയ്യിലുണ്ട്. അപ്പോ വേദിയിൽ ആളുകളെ ഇരുത്തുന്നതുമായി ബന്ധപ്പെട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വേദിയിൽ ആരെങ്കിലും ഇരിക്കുന്നതുമായി ബന്ധപ്പെട്ടതിനേക്കാൾ വലിയ പ്രശ്നമാണിത്. ഇനിയിപ്പോ വേദിയിൽ ഇരുത്തിയ ആളുകൾ സദസ്സിലിരുന്നാലും അതിനേക്കാൾ വലിയ പ്രശ്നമാണ് ഈ വിഷയം. ഇതുമായി ബന്ധപ്പെട്ടവർക്ക് അപ്പൊ പ്രാധാന്യം കൊടുക്കേണ്ടത് യഥാർത്ഥത്തിൽ ഈ വിഷയത്തിനായി. കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാണ് ഈ വന്ദേമാതരം 6 വരികൾ പാടണമെന്നുള്ളത്. അതോടൊപ്പം കേന്ദ്ര BJP സർക്കാർ ഇത് അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തിയിട്ടുള്ളത്. കേന്ദ്ര BJP സർക്കാർ ഇത് അടിച്ചേൽപ്പിക്കാനുള്ള വലിയ ശ്രമമാണ് പൊതുവെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ശ്രമം ജനാധിപത്യപരമല്ല, അത് സെക്യുലറിസത്തിനെതിരാണ്. വന്ദേ മാതരവുമായി ബന്ധപ്പെട്ട ആദ്യ 2 ഈരടികൾ കൂടെ ആർക്കും കുഴപ്പമില്ല. എന്നാൽ പിന്നീട് വന്ന ഈരടികൾ അത് ചർച്ച ചെയ്യപ്പെടുകയും ബഹുസ്വര സമൂഹത്തിന് യോജിക്കാൻ പറ്റുന്നതല്ല എന്നുള്ളത് ഇന്ന് ആദ്യം ചർച്ച ചെയ്യപ്പെടുന്നില്ല, കാലങ്ങളായി ചർച്ച ചെയ്യപ്പെടുന്നതാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെ ഇതിൽ അതിശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തെ പാർലമെന്റിൽ ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ വളരെ ഗൗരവത്തോടു കൂടി വിഷയത്തെ കൈകാര്യം ചെയ്തതാണ്. ആ നിലയിൽ ഈ വിഷയം ഒരു രാഷ്ട്രീയ പ്രശ്നമായി കാണേണ്ടതാണ്. BJP സംഘപരിവാർ അടിച്ചേൽപ്പിക്കുന്ന ഇത്തരം നിലപാടുകൾക്കെതിരെ കേരളീയ സമൂഹം ആകെ ഒന്നിച്ച് നിലപാട് സ്വീകരിക്കേണ്ട വിഷയമാണ്. എല്ലാവരും ഒന്നിക്കേണ്ട. അതാണ് ഞാൻ പറഞ്ഞത്. KPCCയുടെ നിലപാട്, BJPയുടെ മുസ്ലിം ലീഗിന്റെ നിലപാട്, CMPയുടെ നിലപാട്, RSPയുടെ നിലപാട്, കേരള കോർട്ട് ഓഫ് ജോസഫിന്റെ നിലപാട്, ഇവരുടെ ഒക്കെ നിലപാട് അറിയാൻ താല്പര്യമുണ്ട്. കാരണം ഇത് എല്ലാവരും കൂടി ഒരു സെക്യുലർ മനസ്സുള്ള എല്ലാവരും കൂടി ഇതിനെ എതിർക്കേണ്ടതാണ്. ഈ TVKയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിലും ഇതേപോലെ തന്നെ മുഴുവൻ ഈരടികളും പാടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലാണെങ്കിൽ CPIM പുറത്തു നിന്നാണെങ്കിലും പിന്തുണയ്ക്കുന്നു മന്ത്രിസഭയിലല്ലെങ്കിൽ ആ ഒരു സർക്കാർ അങ്ങനെയാണെങ്കിൽ സർക്കാരിനോടും അറിയിക്കണ്ടേ? അവിടെ ഇടതുപക്ഷ കക്ഷികൾ നിലപാട് പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് ഞാൻ വായിച്ചു തന്നിട്ടുണ്ട്. ഇടതുപക്ഷ കക്ഷികൾ നിലപാട് പറഞ്ഞിട്ടുണ്ട്. പാർലമെന്റിൽ ചർച്ച ചെയ്യപ്പെടുന്ന സമയത്ത് CPIMന്റെ അംഗങ്ങൾ ശക്തമായി നിലപാട് എന്റെ കയ്യിലുള്ളത് പോളിറ്റ് ബ്യൂറോയുടെ സ്റ്റേറ്റ്മെന്റ് ആണ്. പോളിറ്റ് ബ്യൂറോ ഈ വിഷയം ബന്ധപ്പെട്ട് വന്നിട്ടുള്ള അപ്പോൾ ദ സ്പിരിറ്റ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന തലക്കെട്ടിൽ വന്നിട്ടുള്ള പ്രതികരണമാണ്. ഇത് രാജ്യത്തിന്റെ ഭരണഘടനയുടെ സന്ദേശത്തെ തകർക്കുന്നതാണ്. അപ്പൊ അത് തീർച്ചയായിട്ടും ഒരു വിഷയമാണ്. ഇതൊക്കെ പറയുമ്പോൾ പുതുതായി സത്യപ്രതിജ്ഞയുടെ അധികാരത്തിൽ വന്ന UDF സർക്കാരിന് എല്ലാവരും ആശംസകൾ അറിയിക്കും. ഇത് കഴിഞ്ഞ മന്ത്രിസഭയിൽ ഒരു മന്ത്രി എന്നുള്ള നിലയിൽ ഒരു പുതിയ സർക്കാർ വന്നപ്പോൾ ആ സർക്കാരിനെ അംഗീകരിക്കാതെ പോകുന്ന ഒരു നിലപാടായിട്ട് കണക്കാക്കരുത്. മറിച്ച് ഇതിന്റെ സ്പിരിറ്റ് പോസിറ്റീവ് സൈഡ് കണക്കാക്കണം. ഇത് ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്. തമിഴ്നാട് സർക്കാരിനും ഇതേപോലെ തന്നെ നിലപാട് അറിയിക്കണമെന്ന് തന്നെയാണ് ആവശ്യം. പൊതുവായിട്ട് എല്ലായിടത്തും ഇടതുപക്ഷത്തിന്റെ നിലപാട് ഇത് CPIMന്റെ സ്റ്റേറ്റ്മെന്റ് ആണല്ലോ എന്റെ കയ്യിലുള്ളത്. CPIM ഇതുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ആണ്. പോളിറ്റ് ബ്യൂറോന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് എന്റെ കയ്യിൽ. ഈ കേന്ദ്ര സർക്കാർ അധികാരത്തിൽ വരികയായിരുന്നെങ്കിൽ ഈ സാഹചര്യത്തിൽ ഈ വരികൾ ഒഴിവാക്കാൻ തന്നെ നിലപാടെടുക്കുമായിരുന്നു. LDF സർക്കാർ 2021 സത്യപ്രതിജ്ഞാ ചടങ്ങിലോ 2016 സത്യപ്രതിജ്ഞാ ചടങ്ങോ നടന്ന ഘട്ടത്തിൽ അന്ന് കേന്ദ്രം ഭരിച്ചിരുന്നത് BJP ഗവൺമെന്റാണ്. നരേന്ദ്രമോദിയാണ് പ്രധാനമന്ത്രി. അന്നൊന്നും ഇത് ഉണ്ടായിട്ടില്ലല്ലോ. അല്ല, ഇപ്പോഴായിരുന്നു ഇപ്പൊ UDF ആണല്ലോ. LDF ആണ്. ഒരു സംശയം വേണ്ട, അത് അംഗീകരിക്കുന്ന പ്രശ്നം.